നമ്മുടെ സൽമാൻ ഖാനെ കോപ്പി അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഹിന്ദി ബിഗ് ബോസ് സ്റ്റൈലിൽ ഒരു എൻട്രി ഉണ്ട് ലാലേട്ടന്റെ. ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടന്റെ ഒരു എൻട്രി, ബിഗ് ബോസ് ഹൗസിലേക്കാണ് ലാലേട്ടൻ എൻട്രി ചെയ്തിരിക്കുന്നത്. അത് ഒരു മാസ് എൻട്രി തന്നെ, അതും പല കാര്യങ്ങളും പൊക്കാൻ വേണ്ടി തന്നെയാണ്. ഹിന്ദി ബിഗ് ബോസ് സീസൺ 13 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇത് യൂഷ്വൽ ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഹോസ്റ്റ് ആയിട്ടുള്ള സൽമാൻ ഖാൻ ഹൗസിനുള്ളിൽ വരികയും അതുപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ്നെസ്, അതുപോലെ തന്നെ കിച്ചണ്, അതുപോലെ ബെഡ്റൂം, പല കാര്യങ്ങളും നോക്കുകയും അവരെ പല രീതിയിൽ വാൺ ചെയ്യുകയും കണ്ടസ്റ്റൻസിനെയൊക്കെ വിറപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് ഹിന്ദി ബിഗ് ബോസിൽ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. അത് ഹിന്ദി ബിഗ് ബോസ് 13 തോന്നുന്നു ഇത് ഹൗസിനുള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വിറപ്പിക്കുന്ന പരിപാടി ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇറങ്ങി കിച്ചണിൽ പോകുന്നുണ്ട്. അവിടെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്ന പ്ലേറ്റ്, ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന പ്ലേറ്റ്, അതുപോലെ തന്നെ ബെഡ്റൂമിലെ കാര്യങ്ങൾ, ബെഡ് നേരെ ചുവയിടാത്ത ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും അതും ഇതും ഒക്കെ കിടക്കുന്നതൊക്കെ എടുത്ത് പൊക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും എൻറ്റയർ ബിഗ് ബോസ് ഹൗസ് തന്നെ ആളൊന്ന് നോക്കിയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് കണ്ടസ്റ്റൻസിനെ ഒന്ന് വിറപ്പിക്കുന്ന ഒരു സീനുണ്ട്. കണ്ടസ്റ്റൻസ് എന്താണെങ്കിലും പുറത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കുന്നുണ്ട്. ഹൗസിനുള്ളിലൂടെ ലാലേട്ടൻ പോകുന്നതും ഇതെല്ലാം നോക്കുന്നതും എല്ലാം. എന്നിട്ട് ക്യാപ്റ്റനായിട്ടുള്ള ആര്യനെ പിടിക്കുന്നുണ്ട്, ആര്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആര്യൻ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയൊക്കെ എടുത്ത് താടി കണ്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ആര്യൻ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എയറിലേക്ക് തന്നെ എന്ന് കരുതാം. അത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടല്ലോ ആര്യനെതിരെ ഇന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ആര്യന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഓൾറെഡി ക്യാപ്റ്റൻ ആണ്, അതിന്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ ബാഡ്ജ് ഓൾറെഡി മിക്സിംഗ് ആണ്. ആ ബാഡ്ജ് നമ്മുടെ നെവിനാണ് സംഭവം എടുത്തത്. അതെടുത്തുകൊണ്ട് ക്യാമറയുടെ മുകളിലൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ അതും പൊക്കിയിട്ടുണ്ട് ലാലേട്ടൻ. സോ മൊത്തത്തിൽ ആര്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങൾ ആരൊക്കെ ഇന്ന് എയറിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പം നോക്കാം. എന്താണെങ്കിലും നമ്മുടെ ഒരു ഹിന്ദി സ്റ്റൈൽ കോപ്പി അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ല, തമിഴാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കോപ്പി അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ല കുറച്ച് മാസ് സംഭവങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെയൊക്കെ വിറപ്പിച്ച് നിർത്തണം. അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയൊക്കെ ഒന്ന് മാറ്റി ഗെയിമിലേക്ക് ഇറക്കണം എല്ലാവരെയും. എന്നാൽ മാത്രമേ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. എന്താണെങ്കിലും പ്രമോ എല്ലാം കലക്കി, അത് കുറച്ച് നല്ലൊരു പോർഷൻസ് അല്ലെങ്കിൽ മാസ് എൻട്രി ഒക്കെ ഒരു സ്ലോ മോഷൻ BGM ഒക്കെ ഇട്ട് കാണിച്ചത് മാത്രമാകുമോ, അതോ എപ്പിസോഡിലേക്ക് വരുമ്പോൾ അതൊന്നും അല്ലാതായി തീരുമോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഹൗസ് എൻട്രിയും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഒക്കെ പുറത്തു നിന്ന് ചോദിക്കാതെ ഉള്ളിൽ പോയി അതൊക്കെ ഒന്ന് നോക്കി പേഴ്സണലായിട്ട് തന്നെ മനസ്സിലാക്കി ചോദിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ട്. അതാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാൻ ആ ഒരു നേരത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടസ്റ്റൻസിനൊക്കെ മൊത്തത്തിലൊരു വിറച്ചു നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഭയം, ഭീതിയൊക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും പുള്ളി അതിനുള്ളിലേക്ക് വരാം. അപ്പം ആ ഒരു പാറ്റേൺ മലയാളത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് ഒരു ഭീതി ഉണ്ടാകും. വീക്കെൻഡിൽ ഇതുപോലെ അലസമായിട്ട് സാധനങ്ങളൊന്നും ഇട്ടിട്ട് പോകത്തില്ല. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കും, പെർഫെക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യും. എന്താണെങ്കിലും നോക്കാം. ഈ ഒരു വീക്കെൻഡ് മിക്കവാറും തകർക്കുമെന്ന് തന്നെ കരുതുന്നു. പ്രൊമോയിൽ കാണുന്ന ഹൈപ്പ് മാത്രമല്ല, ലാലേട്ടൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറും. ബിഗ് ബോസിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്. നമുക്ക് നോക്കാം, പ്രൊമോ മാത്രമായി പോകാതിരുന്നാൽ മതി. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.